ശരീരത്തിൽ ഭസ്മം, കയ്യിൽ തൃശൂലം, കണ്ണുകളിൽ അത്ഭുതകരമായ തിളക്കം. ലക്ഷക്കണക്കിന് ആളുകൾ, ജനക്കൂട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു അത്ഭുതകരമായ മേളം. എന്നാൽ ഇതിനെല്ലാമിടയിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു മുഖമുണ്ട്. ഈ മുഖം ഒരു സ്ത്രീയുടേതാണ്. പാതി നഗ്നയും നിർവികാരിതയും ആത്മവിശ്വാസവും ഉള്ള ഒരാൾ. അവളുടെ ഓരോ പ്രവൃത്തിയിലും കാറ്റുപോലും നിലയ്ക്കുന്നത് പോലെ തോന്നുന്നു. മഹാകുംഭമേളയിൽ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ജിജ്ഞാസ ഉണർത്തുന്ന ഒരു നിഗൂഢ വിഷയമാണ് സ്ത്രീ നാഗസാധു. സ്ത്രീ സാധുക്കൾ ശരിക്കുമുണ്ടോ, അതോ പുസ്തകങ്ങളുടെയും കഥകളുടെയും ഒരു ഭാഗം മാത്രമാണോ? ഉണ്ടെങ്കിൽ അവർക്ക് വ്യത്യസ്തമായ ഒരു പ്രക്രിയയുണ്ടോ? ഇതിനു പുറമെ സ്ത്രീ നാഗ സന്യാസിമാർക്ക് ആർത്തവം പോലുള്ള ഒരു സ്വാഭാവിക പ്രക്രിയ നേരിടേണ്ടി വരുമ്പോൾ അവർ എന്തു ചെയ്യും? ഇത്രയും കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിലും രാജ്യത്തും വിദേശത്തുമുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ മഹാകുംഭമേളയിൽ നാഗസാധുക്കളായി മാറുന്നുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: ഏതൊരു സാധാരണ സ്ത്രീയും നാഗസാധുവായി മാറുമ്പോൾ എന്ത് പ്രത്യേക മാനദണ്ഡങ്ങളാണ് സ്വീകരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ ഇന്ന് ഈ ഡോക്യുമെന്ററിയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇതോടൊപ്പം ഒരു സ്ത്രീ നാഗസാധുവിന്റെ മുഴുവൻ യാത്രയും അവരുടെ ജീവിതത്തിലെ പറയപ്പെടാത്ത കേൾക്കാത്തതുമായ രഹസ്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. പുരുഷന്മാർക്ക് മാത്രമേ സാധുക്കളാകാൻ കഴിയൂ എന്ന് ഒരു നിർബന്ധവുമില്ല. സ്ത്രീകൾക്കും സാധുക്കളാകാനുള്ള അധികാരമുണ്ട്. സാധുക്കൾ വെറുമൊരു പാരമ്പര്യത്തിന്റെ ഭാഗമല്ല, മറിച്ച് ഇന്ത്യൻ ആത്മീയതയുടെയും തപസ്സിന്റെയും ഒരു സവിശേഷ മുഖമാണ്. അത് ലോകത്തിന് ആത്മശക്തിയും സാധനയ്ക്കും ലിംഗഭേദമില്ലെന്ന സന്ദേശം നൽകും. നമ്മുടെ ആദിഗുരു ശങ്കരാചാര്യർ സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ സാധാരണ ആൾക്കാരെയല്ല, വേദിക താന്ത്രവിദ്യ പഠിപ്പിച്ച ഒരു പട്ടാളത്തെ തന്നെ ഒരുക്കിയിരുന്നു. ധർമ്മമല്ലാതെ മറ്റൊരു പൈതൃകവുമില്ലാതെ അഖാഡ എന്ന് നമ്മൾ വിളിക്കുന്ന അത്തരം സൈനികരുടെ കൂട്ടത്തെയാണ്. ഈ കൂട്ടരുടെ ഒരു കൈയിൽ വേദങ്ങളും ഗീതയും ഉപനിഷത്തുകളും പുരാണങ്ങളും ആണെങ്കിൽ മറുകൈയിൽ വാളും കഠാരയും ഉണ്ടായിരുന്നു. ഗുരു ശങ്കരാചാര്യർ അത്തരം സൈനികരുടെ ഒരു സംഘടന രൂപീകരിച്ചിരുന്നു. അവർ സാധുക്കളുമായിരുന്നു, മറുവശത്ത് സൈനികരുമായിരുന്നു. അറിവ് പകർന്നു നൽകുന്നതിലും ജീവനെടുക്കുന്നതിലും അവർ പ്രാവീണ്യം നേടിയിരുന്നു. ഈ യോദ്ധാക്കളായ സാധുക്കളെ അദ്ദേഹം നാഗസാധു എന്ന് നാമകരണം ചെയ്തു. സ്ത്രീ നാഗസാധുക്കൾ ഉണ്ടാവുന്ന പ്രക്രിയ. സ്ത്രീ നാഗസാധുക്കളുടെ പരിശീലനം വളരെ ബുദ്ധിമുട്ടുള്ളതും സങ്കീർണവുമാണ്. സ്ത്രീ സന്യാസിമാരുടെ ദർശനം അപൂർവമാണ്. കാരണം അവർ സാധാരണയായി സമൂഹത്തിൽ നിന്നും പൊതുജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു. മഹാകുംഭ, അർദ്ധകുംഭ അല്ലെങ്കിൽ സിംഹസ്ഥ കുംഭ, ശിവരാത്രി തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് അവരെ പലപ്പോഴും പുറത്തു തന്നെ കാണുന്നത്. അവരുടെ നിഗൂഢമായ സാധന, കഠിനമായ തപസ്, സമൂഹത്തിൽ നിന്നും അകന്ന് വ്യത്യസ്തമായ ഒരു ജീവിതശൈലി, ഇതെല്ലാം ഇന്ത്യക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിനും ആഴത്തിലുള്ള ജിജ്ഞാസ ഉണർത്തുന്ന ഒരു വിഷയമാണ്. സനാതന പാരമ്പര്യം സംരക്ഷിക്കുന്നതിലും ഈ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി ഓരോ മഹാകുംഭമേളയിലും വ്യത്യസ്ത സന്യാസി അഖാഡകളിൽ നിന്ന് സ്ത്രീ സന്യാസിമാർ സാധുക്കളായി മാറുന്നു. ഈ ആചാരം അതിൻ്റെതായ ജാതിയിൽപ്പെട്ടതാണ്. ഈ രീതി 1, 2, 3 വർഷത്തേക്കല്ല, മറിച്ച് 12 വർഷം മുഴുവൻ നീണ്ടു നിൽക്കും. ഈ മഹാകുംഭമേളയിൽ ആരംഭിച്ച് സാധുവാകുന്ന പ്രക്രിയ അടുത്ത പൂർണ്ണ കുംഭമേള വരെ ഈ പ്രയാസകരമായ പ്രക്രിയയെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാം. ഒരു സാധുവാകാൻ സ്ത്രീകൾ അവരുടെ എല്ലാ ലൗകിക സുഖങ്ങളും മിഥ്യാധാരണകളും പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതുണ്ട്. സന്യാസിമാരാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സ്ത്രീകളെ വിശദമായി പരിശോധിക്കുന്നു. ഈ പ്രക്രിയയിൽ അവരുടെ കുടുംബത്തെ അറിയിക്കുകയും അവരുടെ സമ്മതം വാങ്ങുകയും ചെയ്യുന്നു. കുടുംബത്തിന്റെ അനുമതി ലഭിച്ച ശേഷം ഈ ദുഷ്കരമായ ആത്മീയ യാത്രയിൽ അവളെ നയിക്കുന്ന ഒരു ഗുരു ആ സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നു. ഗുരുവിന്റെ അഭയത്തിൽ എത്തിയ ശേഷം സ്ത്രീ ഒരു അഖാഡയിൽ താമസിച്ച് ഏകദേശം 2-3 വർഷം സേവനമനുഷ്ഠിക്കണം. ഈ സമയത്ത് മുതിർന്ന സന്യാസിമാർക്ക് ഭക്ഷണം പാകം ചെയ്യുക, അവരുടെ സ്ഥലം വൃത്തിയാക്കുക തുടങ്ങിയ അഖാഡയ്ക്കുള്ളിലെ നിരവധി ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറ്റേണ്ടതുണ്ട്. ഇതോടൊപ്പം സ്ത്രീ ആഴത്തിലുള്ള സാധനയും വേദങ്ങളും പഠിക്കേണ്ടതുണ്ട്. ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ അവൾക്ക് ലളിതമായ ഭക്ഷണം കഴിക്കാൻ പോലും അനുവാദമുള്ളൂ. അവളുടെ ആഗ്രഹങ്ങളെയും കാമത്തെയും ഉറക്കത്തെയും വിശപ്പിനെയും കീഴടക്കാൻ അവളെ പഠിപ്പിക്കുന്നു. ഈ സമയത്ത് അവൾക്ക് ഒരു തരത്തിലുള്ള ആസക്തിയോ മിഥ്യാധാരണയോ ഇല്ലെന്നും ഉറപ്പുവരുത്തുന്നു. വീടിന്റെയും കുടുംബത്തിന്റെയും ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തുന്നു. ഈ ദുഷ്കരമായ പാതയിൽ സ്ത്രീ പതറുന്നുണ്ടോ എന്നും ആത്മീയ ജീവിതത്തിൽ സമർപ്പിത അല്ല എന്നും എപ്പോഴെങ്കിലും തോന്നിയാൽ അവളെ വീട്ടിലേക്ക് തിരിച്ചയക്കും. ഗുരുദീക്ഷയും സന്യാസ ജീവിതത്തിലേക്കുള്ള പ്രവേശനവും. പരീക്ഷണ കാലഘട്ടം കടന്നുപോകുന്ന ഒരാൾ ഒരിക്കൽ ലൗകിക ലോകത്തേക്ക് മടങ്ങിപ്പോയി മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നിർദ്ദേശിക്കുന്നു.
എന്നിട്ടും അവൾ 5 സംസ്കാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. 5 സംസ്കാരങ്ങൾ എന്നാൽ ശിവൻ, വിഷ്ണു, ശക്തി, സൂര്യൻ, ഗണേശൻ എന്നിവരെ ഗുരുവായി സ്വീകരിക്കുക എന്നാണ്. ഈ സമയത്ത് സ്ത്രീക്ക് ഒരു അഖാഡയിൽ തേങ്ങ, കുങ്കുമ വസ്ത്രങ്ങൾ, രുദ്രാക്ഷം, സാധുക്കളുടെ പ്രതീകാത്മക ആഭരണങ്ങൾ എന്നിവ നൽകുന്നു. ഇതിനുശേഷം ഗുരു തന്റെ കത്തി ഉപയോഗിച്ച് ശിഷ്യയുടെ ശിഖയെ ചെറുതായി മുറിക്കുന്നു. ഈ കർമ്മം ലൗകിക ബന്ധങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ മോചനത്തിന്റെയും സന്യാസ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന്റെയും പ്രതീകമാണ്. സ്വന്തം പിണ്ടദാനം നടത്തുന്നു. പ്രധാനപ്പെട്ടതും അതുല്യവുമായ ഒരു കർമ്മമാണിത്. സ്വന്തം ജീവിതത്തിലെ അവസാന ചടങ്ങുകളാക്കി കണക്കാക്കി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിണ്ടദാനം നടത്തുന്നു. ഇതനുസരിച്ച് സ്ത്രീ സാധുക്കൾ പുലർച്ചെ 4 മണിക്ക് ഉണർന്ന് അവരുടെ ദൈനംദിനിക ആചാരങ്ങളും ധ്യാനവും പൂർത്തിയാക്കണം. ശരീരത്തിലെ എല്ലാ രോമങ്ങളും നീക്കം ചെയ്ത് ഒരു നവജാത ശിശുവിനെ പോലെ അവരെ പൂർണ്ണമായും ശുദ്ധരാക്കുന്നു. ഇതിനുശേഷം അവരെ പുണ്യനദിയിൽ കുളിപ്പിക്കും. കുളി കഴിഞ്ഞ് അവർ തങ്ങളുടെ ആരാധന നടത്തുകയും 17 പിണ്ടങ്ങൾ ദാനം ചെയ്യുകയും ചെയ്യുന്നു. അതിൽ 16 പിണ്ടങ്ങൾ അവരുടെ പൂർവികർക്കുള്ളതാണ്, 17ാമത്തത് അവർക്കുമുള്ളതാണ്. ഇത് അവരുടെ ലൗകിക ബന്ധങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ മോചനത്തിന്റെ പ്രതീകമാണ്. ഇതിനു പുറമെ കുംഭമേള സമയത്ത് സ്ത്രീ സാധുക്കൾ ഗംഗാനദിയിൽ 108 തവണ മുങ്ങണം. ഇത് അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായ ഒരു പ്രധാനപ്പെട്ടതും പവിത്രവുമായ ആചാരമാണ്. പിണ്ടദാനത്തിനും സ്നാനത്തിനും ശേഷം സ്ത്രീ നാഗസാധു പുതിയൊരു ജീവിതം സ്വീകരിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. അവൾ അഖാരയിലേക്ക് മടങ്ങുന്നു. അവിടെ ഗുരു അവൾക്ക് ദണ്ഡയും കമണ്ഡലുവും ഭസ്മവും നൽകുന്നു. ഈ കർമ്മം സന്യാസ ജീവിതത്തിന്റെയും ആത്മീയ പൂർണ്ണതയുടെയും ആരംഭം കുറിക്കുന്നു. സ്ത്രീയും പുരുഷനുമായുള്ള സാധുക്കളുടെ വസ്ത്രധാരണ നിയമങ്ങൾ. അഖാരകളുടെ നിയമങ്ങൾ അനുസരിച്ച് പുരുഷ നാഗസാധുക്കൾ 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒരാൾ വസ്ത്രം ധരിച്ചിരിക്കുന്നു, മറ്റൊരാൾ നഗ്നൻ. ദിഗംബരന്മാർ എന്നാണ് മറയ്ക്കുന്നു. അതേസമയം സ്ത്രീ സന്യാസിമാർക്ക് നഗ്നരായിരിക്കാൻ അനുവാദമില്ല. അവർക്ക് കാവി നിറത്തിലുള്ള തുന്നാത്ത ഗാൽട്ടി എന്ന തുണി മാത്രമേ ധരിക്കാൻ അനുവാദമുള്ളൂ. ഇതല്ലാതെ അവർക്ക് മറ്റു വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയില്ല. ഈ നിയമം അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കൂടാതെ അവരുടെ സാധനയുടെ ആഴത്തിലുള്ള സ്വത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. സ്ത്രീ സാധുക്കൾ ആകുന്ന പ്രക്രിയ. സ്ത്രീ സാധുക്കളുടെ ബ്രഹ്മചര്യവും ദീക്ഷയും എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. പുരുഷ സാധുക്കളുടേതിന് സമാനമാണിത്. എന്നാൽ അതിൽ ഒരു പ്രധാന സ്ത്രീ സാധു ബ്രഹ്മചര്യ പരിശീലന പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതും തീവ്രവുമായ ഒരു പരിശീലനമാണ്. പല സ്ത്രീകളും ഇത് തെളിയിക്കാൻ 10 മുതൽ 12 വർഷം വരെ എടുത്തേക്കാം. ഈ പ്രയാസകരമായ പരീക്ഷണത്തിൽ സ്ത്രീ സാധുവിന് അവരുടെ ശാരീരികവും മാനസികവുമായ ആഗ്രഹങ്ങളിൽ പൂർണ്ണമായ നിയന്ത്രണമുണ്ട്. ഇത് ഒരു സാധാരണ സ്ത്രീക്ക് അസാധ്യമായ കാര്യമാണ്. അഖാരയിലെ ഗുരുവിന് സ്ത്രീ സാധു ഇത് സാധ്യമാക്കി എന്ന് കണ്ടെത്തിയാൽ ആ വ്യക്തി ബ്രഹ്മചര്യം ശരിയായി പിന്തുടരുകയും തന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ ഗുരു അവൾക്ക് ദീക്ഷ നൽകുന്നു. ദീക്ഷയ്ക്ക് ശേഷം സ്ത്രീ സാധു തന്റെ ലൗകിക വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് അഖാഡ നിർദ്ദേശിക്കുന്ന മഞ്ഞ അല്ലെങ്കിൽ കാവി വസ്ത്രങ്ങൾ ധരിക്കണം. ഇതോടൊപ്പം അവൾക്ക് മാത എന്ന സ്ഥാനപ്പേരും നൽകുന്നു. ഈ അടയാളം അവളുടെ പരിത്യാഗ ജീവിതത്തിന്റെ തുടക്കത്തെയും അവളുടെ ആത്മീയ യാത്രയെയും പവിത്രമായ വശത്തെയും പ്രതീകപ്പെടുത്തുന്നു. കുംഭമേളയുടെ സമയത്ത് സ്ത്രീ നാഗസന്യാസിമാർക്ക് വേണ്ടി ഒരു പ്രത്യേക ക്രമീകരണം നടത്തുന്നു. ഇതിനെ മൈബട എന്ന് വിളിക്കുന്നു. എല്ലാ സ്ത്രീ നാഗസാധുക്കളുടെ അമ്മമാരും ഒരുമിച്ച് താമസിക്കുന്ന സുരക്ഷിതമായ പവിത്രമായ ഒരു സ്ഥലമാണിത്. സ്ത്രീ നാഗസാധുക്കളുടെ ആർത്തവകാലത്തെ മതപരമായ പാരമ്പര്യങ്ങൾ. കുംഭ അല്ലെങ്കിൽ ഗംഗാസ്നാനം സംബന്ധിച്ച് സ്ത്രീ നാഗസാധുക്കൾക്ക് ചില പ്രത്യേക ഈ നിയമങ്ങൾ അനുസരിച്ച് പുരുഷനാഗ സന്യാസിമാർ കുളിച്ചതിന് ശേഷം മാത്രമേ സ്ത്രീ നാഗസന്യാസിമാർക്ക് കുംഭത്തിൽ കുളിക്കാൻ അനുവാദമുള്ളൂ. പുരുഷ സന്യാസിമാർ കുളിക്കുന്നതിന് മുൻപ് സ്ത്രീ സന്യാസിമാർ കുളിക്കാറില്ല. ഇതിനു പുറമെ ഏതെങ്കിലും സ്ത്രീ സന്യാസിമാർ ആർത്തവ കാലഘട്ടത്തിലാണെങ്കിൽ ഗംഗയിലോ കുംഭമേളയിലോ കുളിക്കുന്നതിന് വ്യക്തമായ നിരോധനമുണ്ട്. ഈ സമയത്ത് അവർക്ക് കുംഭമേളയിൽ പങ്കെടുക്കാമെങ്കിലും കുളിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. മറുവശത്ത് സ്ത്രീ സന്യാസിമാർക്ക് ഗംഗാജലം കൈകളിലെടുത്ത് ശരീരത്തിൽ പുരട്ടാൻ അനുവാദമുണ്ട്. ഇത് ഒരു തരത്തിൽ വിശുദ്ധിയുടെ പ്രതീകമാണ്. ആർത്തവ സമയത്ത് നദിയിൽ തൊടുന്നത് ഗാർഹിക ജീവിതത്തിൽ നിഷിദ്ധമാണെങ്കിലും സ്ത്രീ നാഗസന്യാസിമാർക്ക് ഒരു പ്രത്യേക ആചാരമാണ്. രസകരമായ കാര്യം, സ്ത്രീ നാഗസന്യാസിമാർക്ക് ആർത്തവ സമയത്ത്
പാഡുകൾ ഉപയോഗിക്കാൻ അനുവാദമില്ല എന്നതാണ്. കാരണം അത് ലൗകിക കാര്യങ്ങളുടെ വരുന്നതുകൊണ്ടാണ്. കൂടാതെ നാഗസാധുവാകുന്നതിന് മുമ്പ് ലൗകിക കാര്യങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു. ആർത്തവ സമയത്ത് സ്ത്രീ നാഗസന്യാസിമാർക്ക് തുണി മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. സ്ത്രീ നാഗസന്യാസിമാർ തീരത്ത് കുളിക്കുന്നതിന് പകരം ആർത്തവ സമയത്ത് അവരുടെ കുടിലുകളിൽ തന്നെ കഴിയുന്നു. അവിടെ അവർ ഗംഗാജലം വെള്ളത്തിൽ കലർത്തി കുളിക്കുന്നു. ഈ സമയത്ത് സ്ത്രീ സാധുക്കൾ സാധന ചെയ്യുന്നില്ല, മറിച്ച് അവർ ജപം ചെയ്യുകയും ശരീരം ഭസ്മം കൊണ്ട് മൂടുകയും ചെയ്യുന്നു. ഈ ഭസ്മം അവർക്ക് ഊർജ സ്രോതസ്സായി മാറുന്നു. സ്ത്രീ നാഗസാധുക്കളുടെ ശക്തി. നിങ്ങൾ പലപ്പോഴും സാധുക്കളുടെ സാധനങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. 12 വർഷത്തേക്ക് ഒരു കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുക, 21 വർഷം ഉറങ്ങാതെ ഇരിക്കുക, ഒരു സ്തംഭത്തിലോ മറ്റെന്തെങ്കിലുമോ ചാരി നിന്നുകൊണ്ട് ഉറങ്ങുക തുടങ്ങിയ ശക്തവും ബുദ്ധിമുട്ടുള്ളതുമായ സാധനങ്ങൾ ഫലമാണ്. സ്ത്രീ സാധുക്കൾക്കും ഇതെല്ലാം ചെയ്യാൻ കഴിയും. പക്ഷേ അവരുടെ ശക്തികൾ ഇതിനേക്കാൾ വളരെ ആഴമേറിയതും വ്യത്യസ്തവുമാണ്. സ്ത്രീ സാധുക്കളുടെ ശക്തികൾ ശാരീരിക തപസ്സിൽ മാത്രമല്ല, അത് അവരുടെ മാനസികവും വൈകാരികവുമായ സന്തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ തങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണ നിയന്ത്രണത്തിൽ നിലനിർത്തുന്നു. ഇതിനായി അവർക്ക് ശാരീരിക ബ്രഹ്മചര്യം മാത്രമല്ല, മാനസികവും വൈകാരികവുമായ ബ്രഹ്മചര്യം ആവശ്യമാണ്. ഇത് സാധാരണക്കാർക്ക് പൂർണ്ണമായും അസാധ്യമാണ്. സ്ത്രീ സന്യാസിമാരുടെ ജീവിതം തപസ്സുകൊണ്ട് നിറഞ്ഞതാണ്. അവരുടെ ഉള്ളിൽ ഒരു അദൃശ്യ ശക്തി വികസിക്കുന്നു. കഠിനമായ തപസ്സിന്റെയും സംയമനത്തിന്റെയും ധ്യാനത്തിന്റെയും ശക്തിയിലൂടെ ശാരീരിക വേദന സഹിക്കാനുള്ള കഴിവ്, പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാനുള്ള കഴിവ് തുടങ്ങിയ അത്ഭുതകരമായ കഴിവുകൾ അവർക്ക് ലഭിക്കുന്നു. അവ ദിവ്യശക്തിയെ പ്രതിനിധാനം ചെയ്യുമെന്നും അവയുടെ അനുഗ്രഹങ്ങൾ നിരവധി ആളുകളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. സാധനയിലൂടെയാണ് ഈ ശക്തി അവർക്ക് ലഭിക്കുന്നത്. അത് അവരെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ അവർ ശക്തിയിൽ പ്രാവീണ്യം നേടിയതിനാൽ അവർക്ക് അടുത്ത നക്ഷത്രത്തിലേക്ക് പോയി കൂടുതൽ ശക്തികൾ പ്രകടിപ്പിക്കാൻ കഴിയും. അദൃശ്യത, മാനസിക നിയന്ത്രണം, പ്രവചനം, ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മേലുള്ള നിയന്ത്രണം തുടങ്ങിയ ശക്തികൾ ഇതിൽ ഉൾപ്പെടുന്നു. ആത്മശക്തി, സംയമനം, തപസ് എന്നിവയിലൂടെ ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിലെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് സാധുക്കളുടെ ജീവിതം നമ്മോട് പറയുന്നു, അല്ലെങ്കിൽ സ്വയം ദാനം. സ്ത്രീ നാഗസാധുവിന്റെ അന്ത്യകർമ്മങ്ങൾ. ഒരു സ്ത്രീ നാഗസാധുവിന്റെ ശവസംസ്കാര പ്രക്രിയയിൽ ചില പ്രത്യേകതകളുണ്ട്. അവ സാധാരണയായി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. നാഗസന്യാസിമാർ ഇതിനകം ശരീരം ദാനം ചെയ്തതിനാൽ പരമ്പരാഗത രീതിയിൽ ശവസംസ്കാരം നടത്താറില്ല. അവരുടെ ലൗകിക ജീവിതത്തിലെ അവസാന ചടങ്ങുകളായ ഈ പിണ്ഡദാനം അവരെ ആത്മീയ മോചനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നു. അങ്ങനെ അവരുടെ ശരീരവും ആത്മാവും മോക്ഷം പ്രാപിക്കുന്നു. ഒരു സ്ത്രീ സാധുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സമാധി അനുഷ്ഠിക്കപ്പെടുന്നു. അത് 2 പ്രധാന രീതിയിലാണ്: ജലസമാധി അല്ലെങ്കിൽ ഭൂസമാധി. മുമ്പ് ജലസമാധി പ്രചാരത്തിലിരുന്നെങ്കിലും ഇന്ന് നദികളുടെ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ജലസമാധിക്ക് പകരം ഭൂസമാധി നൽകപ്പെടുന്നു. ഭൂസമാധിയിൽ സാധുവിനെ സിദ്ധയോഗ മുദ്രയിൽ ഇരുത്തുന്നതിലൂടെ സമാധി പ്രാപിക്കുകയും അതുവഴി ജീവിത മരണ ചക്രത്തിൽ നിന്ന് അയാൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യുന്നു. ഹിന്ദുമതം അനുസരിച്ച് മരിച്ച സാധുവിന്റെ മൃതദേഹം സമാധിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് പുണ്യസ്നാനം നടത്തുകയും തുടർന്ന് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് സമാധി പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയ്ക്ക് ശേഷം സ്ത്രീ നാഗസാധു മോക്ഷം നേടുകയും ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുന്നു. ഈ സമാധി അവർക്ക് ശാരീരികമായും മാനസികമായും പൂർണ്ണമായ മോചനം നൽകുന്നു. കൂടാതെ അവരുടെ ജീവിതത്തിലെ കഠിന തപസ്സിന്റെ ഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ യഥാർത്ഥ ശക്തി ബാഹ്യവസ്ത്രത്തിൽ നിന്നോ രൂപഭാവത്തിൽ നിന്നോ അല്ല, മറിച്ച് ആന്തരിക തപസ്സിൽ നിന്നും സംയമനത്തിൽ നിന്നും സാധനയിൽ നിന്നുമാണെന്ന് സ്ത്രീ നാഗസാധുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ കഥ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ സാധനയെക്കുറിച്ചോ മാത്രമല്ല. സ്വന്തം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പരിധിയില്ലാത്ത സാധ്യതകളെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് അടുത്ത തവണ ഈ സന്യാസിമാരെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ ആഴത്തിനെയും തപസ്സിനെയും പ്രണാമം അർപ്പിക്കുക. കാരണം അവർ വെറും സന്യാസിമാർ മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ആത്മീയ പൈതൃകത്തിൻ്റെയും സജീവമായി നിലനിർത്തുന്ന തൂണുകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.